മഴയുടെ സമാനമായ സാഹചര്യമാണ് ഉത്തരകാശിയിലെ മേഘവിസ്ഫോടനത്തിലുണ്ടായത്. അതിൻ്റെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. വലിയൊരു ഭാഗം അത് ആ മിന്നൽ പ്രളയത്തിൽ എടുത്തുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ചളിയിൽ പുതഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തന്നെ അവിടുത്തെ ഒരു സാമൂഹ്യ ഭൂമിശാസ്ത്ര പരിതസ്ഥിതിയൊക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ ദുഷ്കരമായാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ആശങ്കാജനകമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മരണസംഖ്യയാണ്. നിലവിൽ ഇപ്പോഴും കൃത്യമായ ഒരു മരണസംഖ്യ അത് എത്രത്തോളം ഉണ്ട് എന്ന് പുറത്തേക്ക് വിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. സിബി സി ജോസഫാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നത്. സിബി, നമ്മൾ നേരത്തെ വാർത്തയുടെ തുടക്കത്തിൽ സംസാരിച്ചു വെച്ചു, ദില്ലിയിൽ നല്ല മഴയാണ്, ഉത്തരാഖണ്ഡിൽ പെയ്യുന്ന മഴയുടെ ഒരു എഫക്റ്റ് അവിടെ ദില്ലിയിലും കിട്ടുന്നുണ്ട് എന്ന് സിബി തന്നെ പറയുകയുണ്ടായി. ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിൽ ആ മിന്നൽ പ്രളയത്തെ തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് സിബി ഇപ്പോൾ നടക്കുന്നത്? വിനീഷ, ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ 5 ദിവസം മുമ്പാണ് അവിടെ ദരാലി എന്ന ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഒരു മിന്നൽ പ്രളയം ഉണ്ടായത്. എന്തായാലും ആ മേഘവിസ്ഫോടനത്തിൽ 200-ലധികം പേർ ഇപ്പോൾ മണ്ണിനടിയിലുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഉത്തരാഖണ്ഡ് സർക്കാർ പറയുന്നത് 50-ലധികം പേർ മാത്രമേ അതിൻ്റെ മണ്ണിനടിയിലുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ഇല്ല. 5 ദിവസമായിട്ടും 2 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏറ്റവും പ്രധാനമായും ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് രക്ഷാദൗത്യമായി ചെല്ലാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രക്ഷാദൗത്യത്തിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുന്നില്ല. റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ദേശീയപാതയും സംസ്ഥാന പാതയും എല്ലാ നിലയും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. താൽക്കാലികമായ റോഡുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈന്യവും അതോടൊപ്പം തന്നെ കരസേനയും വ്യോമസേനയും അതോടൊപ്പം തന്നെ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയൊക്കെ ഇതിൻ്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിലുണ്ട്. ഇതിൽ ഉത്തരകാശിയിലെ SP അടക്കം ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായ മരണസംഖ്യ എത്ര പേർ ഈ അപകടത്തിൽ പെട്ടു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കണക്കുകളില്ലാത്തത് വളരെയധികം ദുഷ്കരമാണെന്നും പറയുകയും ചെയ്യുന്നു. അവിടെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് 200-ലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ടൂറിസ്റ്റിലടക്കം അവിടെ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ദരാലി എന്ന് പറയുന്നത്. ഗംഗോത്രിയിലേക്ക് പോകുന്ന ഏക പാതയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വിനോദസഞ്ചാരികൾ താമസിക്കുന്ന മനോഹരമായൊരു സ്ഥലം കൂടിയാണ് ഈ ദരാലി. ഈ ദരാലിയിലേക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒരു ചെളിയും മണ്ണും നിറഞ്ഞ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ വരികയും ഒരു ഗ്രാമം ഒന്നാകെ തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്. ഇപ്പോൾ 5 ദിവസമായിട്ടും ഇതുവരെയും ആരെയും 2 മൃതദേഹങ്ങൾ ഒഴികെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത് വലിയ രീതിയിൽ ഒരു മലയോളം ചെളിയും മണ്ണും അടിഞ്ഞ് കിടക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ്. കൂടാതെ തുടർച്ചയായ മഴയും അവിടെ പെയ്യുകയാണ്. അങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥയും വളരെ വലിയൊരു ഘടകമായി രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ 5 ദിവസമായിട്ടും ഇപ്പോഴും കൃത്യമായ കണക്കുകളില്ല. എത്ര പേരെ കാണാതായ കണക്കുകൾ സർക്കാരിനില്ല. എത്ര പേര് മരിച്ചു എന്ന കണക്കുകൾ സർക്കാരിന് വ്യക്തമല്ല. ഇതെല്ലാം തന്നെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തരകാശിയിലെ SP വ്യക്തമാക്കിയത് ഈ എത്ര പേരെ കാണാതായി എന്നുള്ള കണക്കുകൾ ഇല്ലാത്തത് വളരെയധികം ദുഷ്കരമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ പ്രദേശവാസികൾ പറയുന്ന 400-ലധികം ആളുകൾ അവിടെ താമസിച്ചിരുന്നു. അവിടെ മാർക്കറ്റുകളിലും താഴ്വരയിലും ഉണ്ടായിരുന്ന ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവരെല്ലാം തന്നെയും മണ്ണിനടിയിൽ അകപ്പെട്ടു. ഏകദേശം 200-ലധികം ആളുകൾ അകപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളതൊക്കെ കണക്കുകൾ പ്രദേശവാസികൾ പറയുന്നു. 11ഓളം സൈനികരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരം ആദ്യമേ തന്നെ വന്നിരുന്നു. ഇതുവരെയും ആരുടെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ 5 ദിവസമായി ലഭിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ എയർ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള രക്ഷാ സംവിധാനം ഉപയോഗിച്ചെങ്കിലും അതും കൃത്യമായ രീതിയിൽ ഫലപ്രദമാകുന്നില്ല. കടാവർ നായ്ക്കൾ ഉപയോഗിച്ചുകൊണ്ടെല്ലാം നിലയും മനുഷ്യ സാന്നിധ്യം മണ്ണിനടിയിലുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതൊരു മലയോളം ചെളിയും മണ്ണും അടിഞ്ഞൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ദുഷ്കരമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ ഇനിയിപ്പോൾ ഒരു 5 ദിവസമായതുകൊണ്ട് തന്നെ ഇനിയൊരു ജീവൻ അവിടെ നിന്നും അതിൻ്റെ അകത്തു നിന്നും മണ്ണിനടിയിൽ നിന്നും ലഭിക്കുമോ എന്ന കാര്യത്തിലും നമുക്കറിയാം അത് ലഭ്യമാകാനുള്ള സാധ്യതയുമില്ല.
എന്തായാലും വളരെ ദുരന്തപൂർണ്ണമായ ഒരു നിമിഷം തന്നെയായിരുന്നു. ഉത്തരാഖണ്ഡിൽ പലപ്പോഴും ഈ ഒരു മഴ സീസണിൽ തന്നെ നിരവധി തവണയാണ് പലയിടങ്ങളിലായി മേഘവിസ്ഫോടനം ഉണ്ടാകുകയും നിരവധി പേർ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ ഒരു ദരാലി ഗ്രാമത്തിൽ 5 ദിവസം മുമ്പ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. അവിടെ വളരെ സെൻസിറ്റീവായ പ്രദേശമാണ്, പർവ്വത മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിമപർവ്വതങ്ങളാൽ നിറഞ്ഞൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശം കൂടിയാണ്. കൂടാതെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് അനധികൃതമായ നിർമ്മാണമൊക്കെ ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ വലിയൊരു ദുരന്തം. ആ ദുരന്തത്തിൽപ്പെട്ടവരെ ഇതുവരെയും മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോഴും ഈ രക്ഷാ സജ്ജീകരണങ്ങൾ അവിടെ എത്തിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് സൈന്യവും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും ഉള്ളത്. ശരി, ഏതായാലും ഉത്തരകാശിയിലെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.